ആലപ്പുഴയിൽ ഇന്നലെ നടന്നൊരു സംഭവം ആലപ്പുഴ പള്ളാത്തുരുത്തിയിലായിരുന്നു. MLA എത്തിയത് JCBയുമായിട്ട്. എന്തിനാണ്? സ്വകാര്യ റിസോർട്ടിന്റെ മതിൽ പൊളിക്കാൻ. എന്തിനാ മതിൽ പൊളിക്കുന്നത്? പൊതുവഴി വികസിപ്പിക്കാൻ. അപ്പോൾ ഇന്നലെ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നു. ആ റിസോർട്ടിനെതിരെ ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് H. സലാം MLA. 1 മാസം മുമ്പ് നോട്ടീസ് നൽകിയിട്ടും മതിൽ പൊളിച്ചു മാറ്റിയില്ല. 1,87,00,000 രൂപ മുതൽ മുടക്കിയ പദ്ധതി മുടങ്ങിയാൽ സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. മതിൽ പൊളിച്ചതിൽ റിസോർട്ട് പരാതി നൽകിയാൽ നേരിടുമെന്നും H. സലാം പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. 2 കൊല്ലം മുമ്പ് ഞാനവിടെ പോകുമ്പോൾ പുറകുഭാഗം പാടശേഖരവും മുൻഭാഗം പുഴയുമാണ്, ആറാണ്. അപ്പോൾ അവിടെ ആ ചെറിയ ജീവിക്കുന്ന ആളുകൾ ഒരമ്മയെ ഒരു കസേര ഇരുത്തിയിട്ട് ആ കസേരയിൽ നിന്ന് മേലേക്കിന് പൊക്കി വലിച്ചു കയറ്റുന്നതാണ് ഞാൻ കാണുന്നത്. അവിടെ നടന്ന് ഞാൻ പോകുമ്പോഴത്തേക്ക് അത് പരിഹരിക്കണം തീരുമാനിച്ചു. 1,87,00,000 രൂപ ഇന്റർലോക്ക് ചെയ്ത് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയുള്ളൊരു സ്കീമാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗമായിട്ട് വെച്ചത്. അതിന്റെ തുടക്കഭാഗമാണ് ഈ പറയപ്പെട്ട ഈ റിസോർട്ട്. അവർക്ക് 1 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തിരുന്നു. അപ്പോൾ അതൊരു അധികം കടന്ന് മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. 1 മാസമായിട്ടും ഒരു ആൻസർ തന്നില്ല. ഇപ്പൊ ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് ചോദിച്ചാൽ അവിടെ പാടശേഖരത്ത് വിത്തിടണം. അപ്പൊ അങ്ങനെ ആ പൈപ്പ് അങ്ങോട്ട് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി JCB കയറ്റിയപ്പോഴാണ് ഇങ്ങോട്ട് വഴിയിൽ കടന്ന് കയറി നിന്ന മതിലിന്റെ ഭാഗം അത് പൊളിഞ്ഞു പോകുന്ന സാഹചര്യം വന്നത്. ആലപ്പുഴയിലെ ചില വൻകിടക്കാര റിസോർട്ടുകാർ പൊതുവഴി ഇതെല്ലാം പൂർണ്ണമായി കൈവശപ്പെടുത്തി സ്വന്തം സ്ഥലം പോലെ കൈകാര്യം ചെയ്യാം. അപ്പൊ അതൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. കേസ് കൊടുത്തിനിപ്പോ കേസ് വന്നാലും പ്രശ്നമില്ല. കാര്യം ഇത് ജനങ്ങൾക്ക് നടക്കാൻ സ്വാതന്ത്ര്യം വേണ്ടേ. നമുക്കിപ്പം ശരത് SS ചേരുന്നു. ശരത് SS, ഇന്നലെ നമ്മൾ ആ റിസോർട്ട് ഉടമയുടെ പ്രതികരണം കൊടുത്തു. ഇപ്പോൾ H. സലാമിന്റെ പ്രതികരണം വന്നു. പൊതുവഴിയാണ്, അത് വികസിപ്പിക്കുന്നതിന് വേണ്ടി 1,87,00,000 രൂപയോ മറ്റോ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിസോർട്ട് ഉടമ മുട കാണിച്ചതാണോ ഈ മതിലിടിച്ചു പൊളിക്കാനുള്ള കാരണം? അരുൺകുമാർ, യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ വിവാദം MLAക്ക് മൈലേജായി എന്നുള്ളതാണ്. ഈ റിസോർട്ട് ഉടമ പ്രതീക്ഷിച്ചത് അവരുടെ ഭാഗം, അതായത് MLA വന്നു മതിൽ പൊളിച്ചു, അതൊരു വിവാദമായി MLAക്കെതിരെ തിരിയുമെന്നുള്ളതായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ വിവാദം MLAക്ക് മൈലേജ് ആവുകയാണ് ഉണ്ടായത്. അതായത് കർഷകരുടെ ദീർഘനാളായിട്ടുള്ള ആവശ്യമാണ് ഈ പ്രദേശത്തേക്കുള്ള വഴി, അത് വീതി കൂട്ടണമെന്നൊരു ആവശ്യം. പക്ഷേ അത് പല കാരണങ്ങളാൽ മുടങ്ങിപ്പോകുന്നു. ഒടുവിൽ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം MLA തന്നെ നേരിട്ടെത്തി ഈ വഴി വീതി കൂട്ടുന്നതിന് നേരിട്ടെത്തുകയും തുടർന്ന് ഈ മതിൽ പൊളിയുകയും ചെയ്തു. ആ മതിൽ പൊളിഞ്ഞത് MLA വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ പൈപ്പ് കൊണ്ടുപോകാൻ വേണ്ടി JCB മുന്നോട്ടെടുത്ത സമയത്താണ് മതിൽ പൊളിക്കുന്നത്. മതിൽ റോഡിലേക്ക് കയറി നിൽക്കുന്ന സാഹചര്യം, അതായത് കയ്യേറ്റം എന്ന നിലയിൽ തന്നെയാണ് മതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് MLA ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ JCB എടുത്ത സമയത്താണ് ഈ മതിൽ പൊളിഞ്ഞത് എന്നുള്ളതാണ് MLA വിശദീകരിക്കുന്നത്. നാട്ടുകാരും ഇതിന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നുണ്ട്. അതായത് ഈ ദീർഘനാളായിട്ടുള്ള ആവശ്യമാണ്, കർഷകർ ഉൾപ്പെടെയുള്ള അവരുടെ ആവശ്യമാണ് ഈ മതിൽ ഇത്തരത്തിൽ റോഡ് വീതി കൂട്ടണം, അതിന് മതിൽ പൊളിക്കണം എന്ന ആവശ്യം കർഷകർ നേരത്തെ പറഞ്ഞതാണ്. മാത്രമല്ല 70ഓളം കുടുംബങ്ങളാണ് ഈ റോഡ് വന്നാൽ വികസിച്ചാൽ അത് ഉപയോഗപ്രദമാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഈ റോഡ് വീതി ഓട്ടോറിക്ഷയ്ക്ക് പോലും പോകാൻ കഴിയാത്തൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഈ റിസോർട്ട് ഉടമ നേരത്തെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ഈ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ചുരുക്കത്തിൽ അത് MLA H. സലാമിനൊരു മൈലേജായി. കോടതിയിൽ കേസ് പോകും, അതിനെ നേരിടുമെന്നാണ് MLA പറയുന്നത്. പൊതുവഴിയാണ്, ആ പൊതുവഴിയിൽ ഓട്ടോറിക്ഷ പോലും കഴിയാതെ അപ്പുറത്ത് 70 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ആവശ്യം ന്യായമാണ് ആ അർത്ഥത്തിൽ. ബാക്കി കോടതി തീരുമാനിക്കട്ടെ, കയ്യേറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. താങ്ക് യു ശരത് SS വിവരങ്ങൾ നൽകിയതിന്.